ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം റൂത്തമ്മയാണ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനിരിക്കുന്നത് ഒരു പ്രസവ ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത് കുന്തിരിക്കവേത്. അത് പലർക്കും അറിയാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. കുന്തിരിക്കവേത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസവ ശുശ്രൂഷയാണ്. അപ്പം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ, പറഞ്ഞല്ലേ തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം. നിങ്ങളത് ഏറ്റെടുത്തിട്ട് അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. അപ്പം ഈ കുന്തിരിക്ക എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ കുന്തിരിക്ക വാങ്ങുക. 1/2 കിലോ കുന്തിരിക്ക വാങ്ങിയിട്ട് അതിനെ 1/4 കിലോ എടുത്ത് മാറ്റി വെക്കുക. അതിന് ആവശ്യം വരും. അപ്പം ആ 1/4 കിലോ കുന്തിരിക്ക എടുത്തിട്ട് ഒരു 5 കിഴിക്കെട്ടായിട്ട് എടുക്കുക. എടുത്തിട്ട് അതിനെ ഒരു പെണ്ണിന് കുളിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒരു വലിയ പാത്രത്തിലാക്കി വെച്ചിട്ട് അതിലേക്ക് ഈ 5 കിഴിക്കെട്ടും ഇട്ട് ഒരു 5 ചിരട്ട, ഉണക്ക ചിരട്ടയായിരിക്കണം, 5 ചിരട്ട എടുത്ത് അതിനെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച് ഒറ്റ തീക്ക് തന്നെ തിളയ്ക്കണം. വാടിയൊന്നും തിളയ്ക്കരുത്. വാടി തിളച്ച് ആ വെള്ളം കൊള്ളത്തില്ല കേട്ടോ. ഞാൻ പറയണ പോലെ ചെയ്യണം. തിളച്ചതിന് ശേഷം അതിനെ നന്നായിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ പുറത്തൊരു വെയിറ്റ് കയറ്റി വെക്കുക. തലേ ദിവസം തന്നെ തിളപ്പിച്ചിടുകയും വേണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പെണ്ണിനെ കുളിക്കാനായിട്ട് ഈ ചൂട് നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം കുഴമ്പ് എണ്ണ ഒന്നും ഇടണ്ട. ഈ വേത് വെള്ളം എടുത്തുകൊണ്ട് പോയി നല്ല ചൂടോടെ ദേഹത്തൊഴിച്ച് കുളിക്കണം. കുളിക്കുമ്പോൾ ദേഹമൊക്കെ പൊള്ളിയിട്ട് ഇങ്ങനെ കളറൊക്കെ വരും കേട്ടോ. കളറൊക്കെ മാറും ദേഹത്തിൻ്റെ. കാരണം ചൂടുവെള്ളം വീഴുന്നതിൻ്റെ അത്രയും എഫക്റ്റ് ആവണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ നമ്മൾ വെറുതെ തണുപ്പ് മാറ്റിയെന്ന് ഒഴിച്ചാലൊന്നും അതുകൊണ്ട് ഗുണമില്ലാതെ വരുമ്പോൾ എന്നെ ആരും കുറ്റം പറയരുത്. കാരണം അത് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം. കാരണം എൻ്റെ മക്കൾക്കുമൊക്കെ ഞാനതാ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളവർ എന്നെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം അത് കുളിച്ചതിന് ശേഷം ബാക്കി നീക്കി വെച്ച കുന്തിരിക്കം ഒരു 2 ചിരട്ട കത്തിച്ചിട്ട് അതിലേക്ക് അതിൽ നിന്ന് കുറച്ച് കുന്തിരിക്ക എടുത്ത് അതിലിട്ടിട്ട് പുക വരും, നല്ല പുക വരുമ്പോഴത്തേക്ക് ഈ പെണ്ണിനെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിർത്തണം. ദേഹത്തേക്ക് നല്ല പുക കിട്ടുന്ന രീതിയിൽ അവിടെ നിർത്തണം. നിർത്തിയിട്ട് എല്ലാ സ്ഥലത്തും പുക വീശി അടിച്ചു കൊടുക്കണം. അവൻ തലമുടിയിൽ നല്ല രീതിയിൽ അഴിച്ചിട്ടിട്ട് അതിൽ നല്ല പുക കിട്ടത്തക്ക രീതിയിൽ നിൽക്കണം. അങ്ങനെ പോഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സുഖമാണ്. കുളിച്ച് വരുമ്പോൾ ഒരു 5 ദിവസം ഈ ശുശ്രൂഷ 5 ദിവസം ചെയ്യണം, അടുപ്പിച്ച് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് നല്ലൊരു ഉള്ളിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പെണ്ണിന് വയറ് നിറച്ച് ഉള്ളിച്ചോറ് കഴിക്കത്തക്ക രീതിയിൽ നിറച്ചുണ്ടാക്കി കൊടുക്കണം. കാരണം ഉള്ളിച്ചോറിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉള്ളിച്ചോറ്, നല്ല രുചികരമായൊരു ഉള്ളിച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം. അപ്പം ഇനി പ്രസവ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ ശുശ്രൂഷകൾ അറിയാൻ മേലാത്തവർക്ക് ശുശ്രൂഷ പഠിക്കാൻ വേണ്ടിയിട്ടോ എന്തിനാണെങ്കിലും എന്നോട് കമൻറ്റ് ബോക്സിൽ ഇട്ടാലും ഞാനത് നോക്കിയിട്ട് ഞാനത് നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് സ്ത്രീകൾക്കും പ്രസവിക്കാനിരിക്കുന്നവർക്കൊക്കെ പ്രയോജനകരമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പം അത് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക, അത് ചെയ്ത് നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക, അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്തെങ്കിലുമൊക്കെ കാണാൻ സൗണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഫോൺ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉള്ള ഫോണൊക്കെയാണ്. അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. പതി ഞാനതെല്ലാം ശരിയാക്കാം. ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് വീഡിയോ ചെയ്തു പോവുകയാണ്. അത് എനിക്ക് ഒരാൾ ഹെൽപ്പും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മറ്റൊരു പെൺകുട്ടിയാണ് എനിക്കിത് ചെയ്ത് എന്നെ സഹായിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാനും പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, വീഡിയോ അതിന് വേണ്ടിയിട്ട് സഹായിക്കുക, കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്ത് തന്നെ ഇതിലേക്ക് കൊണ്ടുവന്ന് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓരോ വീഡിയോ ഇട്ട് നിങ്ങളെ അറിവിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് എന്നെ സഹായിക്കണം. അപ്പം നന്ദി, നമസ്കാരം.